ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്തെ ബ്രൗൺ കളറെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇത് കോൺ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് നന്നായി മുക്കിയെടുത്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കി കഴിഞ്ഞാൽ മറ്റേ കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ച് പോവും. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാ ബ്രെഡും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ 100 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയ്ക്കും എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പികൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇപ്പോൾ ഞാനിവിടെ എല്ലാ പീസ് ബ്രെഡും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുത്താൽ മതിയാകും. അപ്പോൾ ബ്രെഡ് ആയ കാരണം പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡെല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, ബ്രെഡ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.